നമുക്കറിയാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകൾ, ഒരുപാട് പേരുടെ വയസ്സായ സ്ത്രീകൾ ഒരുപാട് വലിയ പ്രശ്നമാണ് ഗർഭപാത്രം ഇറങ്ങി വരുന്നതും അതിൻ്റെ ഒരു തടസ്സങ്ങളും ഒക്കെ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നം വരുന്നത് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏജ് തന്നെയാണ്. ഏജ് ആവുമ്പോൾ ഈ ഗർഭപാത്രത്തെ താങ്ങി നിർത്തുന്ന മസിൽസുകളും ലിഗമെന്റ്സ് എല്ലാം വീക്കാവുന്നു. അത് പെൽവിക് ഫ്ലോറ വീക്കാവുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗർഭാശയം താഴേക്ക് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോൺസ്, പഴയ ഇസ്ട്രജന്റെ കുറവുകൾ, ഹോർമോണൽ വേരിയേഷൻസ് ഈ ഒരു പ്രശ്നത്തെ അമിതമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ചില വ്യക്തികൾ ജനിച്ചു വരുമ്പോൾ തന്നെ അവരുടെ മസിലുകളെല്ലാം വളരെ വീക്കാണ്. അത്തരക്കാർക്ക് ഈ ഗർഭാശയം, വ്യക്തികളുടെ ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത അത് കൂടുതലാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വീക്കായിട്ടുള്ള മസിലുള്ള വ്യക്തികളിലേക്ക് അമിതമായിട്ടുള്ള ചുമയോ തുമ്മലോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വലിയൊരു ഭാരം പൊക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നത് വയറിനുള്ള വലിയൊരു പ്രഷറിന് കാരണമാവുകയും ഈ പെൽവിക് ഫ്ലോറയിലൂടെ അല്ലെങ്കിൽ ഈ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്താണ് ചികിത്സ ചെയ്യുക? നമുക്ക് പറഞ്ഞു, ഇതിന്റെ കാരണത്തെ ചികിത്സിച്ചാൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുക. ഇത് ഈ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പരിഹരിക്കാം. ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് വരുന്നവരും കഴിക്കാൻ വൈകിയാൽ ഗ്യാസ് വരുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മരുന്നുകളിലൂടെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം. അപ്പോൾ തന്നെ വലിയൊരു പ്രഷർ കുറഞ്ഞു. ഇതിനുശേഷം നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. ഒന്ന് ആന്തരികമായിട്ട് കൊടുക്കുന്ന മരുന്നുകളും, പിന്നെ പുറമെ ബാഹ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും. അപ്പൊ ഇതിന് ഒന്ന് ആന്തരികമായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ പ്രധാനമായിട്ടും ഈ ലിഗമെന്റ്സിനെ അല്ലെങ്കിൽ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതേസമയം ബാഹ്യമായിട്ട് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ ചികിത്സകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അടിവയറിന്റെ അവിടുത്തെ മസിലുകൾ, ഗർഭാശയം ഇരിക്കുന്ന ഭാഗത്തെ മസിലുകൾ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നമ്മൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദത്തിലെ ചില ചികിത്സകളിൽ ഒന്നാണ് ഗർഭപാത്രം ഇറങ്ങി വരിക. അതിപ്പോൾ ഏത് സ്റ്റേജിലായാലും, 3rd സ്റ്റേജ് ആയാലും 4th സ്റ്റേജിലൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു സർജറി ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് കിട്ടുന്ന ഒരാഴ്ച സമയം അല്ലെങ്കിൽ 3 ദിവസം സമയമോ 5 ദിവസമൊക്കെ സമയം മതി നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പൊ അത് അത്ര വലിയ ചികിത്സ കോസ്റ്റുള്ള ചികിത്സകളൊന്നുമല്ല നമുക്കിവിടെ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഗർഭപാത്രം ഇറങ്ങി വരുന്ന ഉള്ളവർ വൈറൽ അസിഡിറ്റി പോലെയുള്ള സാധനങ്ങൾ പരിഹരിക്കുക, ഇത്തരം കോൺസ്റ്റിപ്പേഷൻ പരിഹരിക്കുക, പ്ലസ് ഇത്തരം ചികിത്സകളിലൂടെ നമുക്ക് ഈ ഒരു വലിയ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്.